ഹലോ, വെൽക്കം ടു സ്വീസ് വേൾഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. തുടർന്നും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടർന്നും എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോയാലോ? അപ്പം ഞാനിന്ന് നല്ല ചാമ്പക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും അച്ചാർ ഉണ്ടാക്കാനൊക്കെ അറിയുമായിരിക്കും. എന്നാലും ഞാൻ ഇത് കുറച്ച് ഡിഫറെൻ്റായിട്ട് ഡ്രൈ ആയിട്ടാണ് ഈ അച്ചാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ 1/2 കിലോ ചാമ്പക്ക എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ചാമ്പക്കയാണ്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ അച്ചാറിന് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് അച്ചാർ പൊടി, അതുപോലെ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി, അതുപോലെ തന്നെ മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി, പിന്നെ നമുക്കിത് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണേനേക്കാളും ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചാമ്പക്ക നല്ല വൃത്തിയായി കഴുകി ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്, നല്ല ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് അടുപ്പ് കത്തിച്ച് ഞാൻ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. പാത്രം ചൂടായി വരുമ്പോഴേ നമുക്കതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എണ്ണേനേക്കാളും ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് അച്ചാറിടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എണ്ണ തന്നെയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഞാനിവിടെ ഇപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ കൊണ്ടാണ്. മാത്രമല്ല പുറത്തുനിന്ന് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ, അതും ഇതിൻ്റെ കൂടെ തന്നെ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് നമുക്ക്. അത് രണ്ടും ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു 2 പച്ചമുളക് ഇതിനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളും കൂടി നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരട്ടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയത്ത് നമുക്കതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു നല്ല ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിത് തുടർന്നുകൊണ്ടിരിക്കാം. ഒത്തിരിക്കും കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കാം. നമ്മുടെ ഈ അച്ചാറുണ്ടല്ലോ, ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെയൊക്കെ നന്നായിട്ട് പോകും. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അച്ചാർ കഴിക്കുന്നവരുണ്ട്. എനിക്കിഷ്ടം കേട്ടോ, ദോശയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അച്ചാർ കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടി നല്ല ബ്രൗൺ കളർ വരാനുണ്ട്. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഒന്നുകൂടി ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് അച്ചാറിന് നിറം കിട്ടാനും ഈ മുളക് പൊടി സഹായിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അച്ചാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അച്ചാർ പൊടി. അപ്പോൾ അച്ചാർ പൊടി കുറവ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചാമ്പക്ക ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ആ മസാലയൊക്കെ ചാമ്പക്കയിലങ്ങ് നന്നായിട്ട് പിടിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചാമ്പക്ക അങ്ങ് ഒത്തിരി കുക്കാവുകയൊന്നും വേണ്ട. കാരണം അങ്ങനെ തന്നെ ഒരു ചവർപ്പോടെ കഴിക്കുന്നതായിരിക്കും ചാമ്പക്കൊക്കെ രുചി കൂടുതൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്.
ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിത് ചേർത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഓരോരുത്തർക്കും ഉപ്പിൻ്റെ അളവ് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും അതുപോലെ മസാലയൊക്കെ ചാമ്പക്കയിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഡ്രൈ ആയിട്ടാണ് അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഈ അച്ചാർ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് അച്ചാറിൻ്റെ ഒരു പുളിപ്പിനും വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഞാൻ ചേർക്കുകയാണ്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ആ ഒരു വിനാഗിരി തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റായിട്ട് ഇതിലോട്ട് വന്നോളും. അതല്ലാതെ നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അത് നന്നായിട്ട് യോജിപ്പിക്കുക. ഒത്തിരി കുക്കാവണ്ടേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ചാമ്പക്ക ഒത്തിരി കുക്കാവൊന്നും വേണ്ട. ഈ ഒരു പാകത്തിന് മതിയാവും. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ട്, എന്നാൽ ഡ്രൈ ആണ് താനും. അപ്പോൾ ആ ഒരു ഇതിൽ മാത്രം മതിയാവും. അപ്പോൾ ഈ സ്റ്റേജിൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പൊടിച്ച ജീരകപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ ഇവിടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. വേണ്ടവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് അത് കളയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാമ്പക്ക അച്ചാർ നല്ല കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. എന്നിട്ട് നല്ലൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. ഇപ്പം ഞാനൊരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചാമ്പക്ക അച്ചാർ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ല റെഡ് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചാമ്പക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി പണിയൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണ്. നല്ല ഡ്രൈ ആയിട്ട്, നേരത്തെ പറഞ്ഞു, ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് അച്ചാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പരിമിതികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തുടർന്നും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.